സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് വചനത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം. അതെ, ആദാം മുതൽ നോഹ വരെയുള്ള ആ ഒരു തലമുറയുടെ കണക്കെടുപ്പാണ് അല്ലേ? ശരിയാണ്. ഇത് വെറുതെ കുറെ പേരുകളും വർഷങ്ങളുമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഇതിനകത്ത് വലിയ ആത്മീയ സത്യങ്ങളുണ്ട്. തീർച്ചയായും. ഓരോ വാക്യത്തിലും ഓരോ ജീവിതത്തിലും ദൈവം എന്തോ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്താ പറയാ, ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയുടെ ഒരു ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റും. തുടക്കം തന്നെ നോക്കിയേ, എത്ര മനോഹരമായാണ് പറയുന്നത്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ നാളിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ തന്നെ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, അവരെ അനുഗ്രഹിച്ചു. നമ്മൾ വെറുതെ ഉണ്ടായവരല്ല. അതെ, ദൈവത്തിന്റെ സ്വന്തം രൂപത്തിൽ ഒരു ഉദ്ദേശത്തോടെ നമ്മളെ ഉണ്ടാക്കി. അത് ഓർക്കണം. പക്ഷേ ആ ഒരു സന്തോഷത്തിന്റെ കൂടെ തന്നെ ഈ അധ്യായം മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ ആവർത്തിച്ചു വരുന്നത് കാണാം. എന്താണത്? അവൻ മരിച്ചു. ആദാം 930 വർഷം ജീവിച്ചു. എന്നിട്ടും മരിച്ചു. ഷേത്ത്, ഏനോഷ്, കേനാൻ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം ജീവിച്ചു. അതെ, ദീർഘായുസ്സുണ്ടായിരുന്നു. പക്ഷെ അവസാനം അവൻ മരിച്ചു എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ കാരണം? പാപം. റോമർ 6 പറയുന്ന പോലെ പാപത്തിന്റെ ശമ്പളം മരണമത്രേ, അല്ലേ? ശരിയാണ്. ഓരോ മരണവും പാപം ഈ ലോകത്തു കൊണ്ടുവന്ന ആ ഒരു നാശത്തിന്റെ, വേർപാടിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം എത്ര വലുതായാലും ദൈവമില്ലെങ്കിൽ അവസാനം മരണം തന്നെ. പക്ഷേ ഈ മരണത്തിന്റെ കണക്കെടുപ്പിനിടയിൽ ഒരാൾ മാത്രം വേറിട്ട് നിൽക്കുന്നു. ഹാനോക്ക്. അത് ശരിക്കും ശ്രദ്ധേയമാണ്. വാക്യം 21 മുതൽ 24 വരെ നോക്കിയാൽ ഹാനോക്ക് 65 വയസ്സിൽ മെഥൂശലഹനെ ജനിപ്പിച്ചു. എന്നിട്ട് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടന്നു. മറ്റുള്ളവരെ പോലെ അവൻ മരിച്ചു എന്നല്ല. അല്ല, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അതാണ് വ്യത്യാസം. എന്തായിരിക്കും ഈ ദൈവത്തോടൊപ്പം നടക്കുക എന്നതിനർത്ഥം? വെറുതെ കൂടെ നടക്കുക എന്നല്ലല്ലോ. അല്ല. അതായത് ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ്, ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവവുമായി ഒരു അടുത്ത ബന്ധത്തിൽ ജീവിച്ചു എന്ന് സാരം. ആ കാലഘട്ടത്തിൽ ചുറ്റും പാപം നിറഞ്ഞിട്ടും അത് സാധ്യമാണെന്ന് ഹാനോക്ക് കാണിച്ചു തന്നു. എബ്രായ ലേഖനത്തിലും ഇത് പറയുന്നുണ്ടല്ലോ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന്. അതെ, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. അതാണ് പ്രധാനം. അപ്പോ നമുക്കും ഈ കാലത്ത് ദൈവത്തോടൊപ്പം നടക്കാൻ പറ്റുമോ? തീർച്ചയായും. അത് തന്നെയാണ് നമ്മുടെ വിളിയും. ഹാനോക്കിന്റെ മകനാണ് മെഥൂശലഹ്. അദ്ദേഹത്തിന്റെ കാര്യമോ? മെഥൂശലഹ് ബൈബിളിലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച വ്യക്തി. 969 വർഷം. അത്രയും വർഷം? എന്തിനായിരിക്കും ദൈവം അത്രയും ആയുസ് കൊടുത്തത്? അതിനൊരു കാരണമുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. മെഥൂശലഹ് എന്ന പേരിനൊരർത്ഥം അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടും എന്നാണത്രേ. ആണോ? അതെ. അദ്ദേഹം മരിച്ച വർഷം തന്നെയാണ് ജലപ്രളയം ഉണ്ടായതെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോ ഈ 969 വർഷം എന്നത് ദൈവം മനുഷ്യരോട് കാണിച്ച ദീർഘക്ഷമയുടെ അടയാളമായിരിക്കാം, അല്ലേ? ശരിയാണ്. മാനസാന്തരപ്പെടാൻ ദൈവം കൊടുത്ത സമയം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവന്റെ ദീർഘക്ഷമ അത് വലിയൊരു കാര്യമാണ്. ഈ വംശാവലിയുടെ അവസാനം നോഹ വരുന്നു. നോഹയുടെ ജനനസമയത്ത് പിതാവ് ലാമയ്ക്ക് ഒരു പ്രത്യാശ പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന്. നോഹ എന്ന പേരിന്റെ അർത്ഥം തന്നെ ആശ്വാസം അല്ലെങ്കിൽ സ്വസ്ഥത എന്നാണല്ലോ. ശരിയാണ്. ശാപം നിറഞ്ഞ ആ ലോകത്തിൽ ഒരു ആശ്വാസത്തിന്റെ, ഒരു സ്വസ്ഥതയുടെ വാഗ്ദാനമായിരുന്നു നോഹ. വരാനിരിക്കുന്ന വലിയ രക്ഷയുടെ ഒരു മുൻകുറി. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ യഥാർത്ഥ സ്വസ്ഥതയുടെ ഒരു നിഴൽ. തീർച്ചയായും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന യേശുവിന്റെ വാക്കുകൾ ഓർത്തുപോകുന്നു. അപ്പോ പ്രിയമുള്ളവരെ, ഈ 5-ാം അധ്യായം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട്. ജീവിതം ക്ഷണികമാണെന്നും മരണമൊരു യാഥാർത്ഥ്യമാണെന്നും നമ്മൾ ഓർക്കണം. പക്ഷേ അതിനപ്പുറം ദൈവത്തിലൊരു പ്രത്യാശയുണ്ട്. ഹാനോക്കിനെ പോലെ വിശ്വാസത്തോടെ ദൈവത്തോടൊപ്പം നടക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതെ, ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു സ്ഥാനമുണ്ട്.
നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾക്കായി, പ്രത്യേകിച്ച് ഉൽപ്പത്തി 5-ാം അധ്യായത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കാര്യങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ സായലിൽ ഞങ്ങളെ സൃഷ്ടിച്ച വലിയ സ്നേഹത്തിനായി നന്ദി. പാവം മരണത്തിന് കാരണമായെങ്കിലും ഹാനോക്കിലൂടെയും നോഹയിലൂടെയും അങ്ങ് നൽകിയ പ്രത്യാശയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഹാനോക്കിനെപ്പോലെ ഈ ലോകത്തിൽ അങ്ങയോടൊപ്പം വിശ്വസ്തയോടെ നടക്കുവാൻ, അങ്ങയെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ നാളുകളെ വിവേകത്തോടെ എണ്ണുവാൻ പഠിപ്പിക്കണമേ. വിശ്വാസമില്ലാതെ അങ്ങയെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലല്ലോ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങയുടെ ദീർഘക്ഷമ ഞങ്ങൾ അനുഭവിക്കുന്നതിനായി നന്ദി. കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന യഥാർത്ഥ സ്വസ്ഥതയ്ക്കായി, ആശ്വാസത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ അങ്ങയുടെ വെളിച്ചമായി സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, നിങ്ങളുടെ വിശ്വാസയാത്രയിലെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് എഴുതി അയക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com. തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ ഈ പരിപാടിയിലൂടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.